പാൽ വില വർധനയുടെ കാര്യത്തിൽ അടുത്ത ബോർഡ് യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന മിൽമ ചെയർമാൻ കെ.എസ്. മണി. വിലവർധന അനിവാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടായിട്ടില്ലെന്നും കെ.എസ്. മണി പറഞ്ഞു. മിൽമ ബോർഡ് യോഗത്തിൽ നിന്ന് എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. വില കൂട്ടാനുള്ള സർക്കാർ തീരുമാനം ചെയർമാൻ നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ തത്വത്തിൽ സർക്കാർ പാൽവില വർധനവിന് അംഗീകാരം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് അവർ സമ്മതം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പാൽവില വർധനവിൻ്റെ തീരുമാനം അടുത്ത ബോർഡിൽ തന്നെ അത് എടുക്കും എന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രൈസ് വില ചാർട്ടൊക്കെ നിശ്ചയിച്ചിട്ട് നമ്മൾ പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയാം. അപ്പോൾ ഇത് 2025 ഡിസംബറിൽ തീരുമാനിച്ച കാര്യം ഇതുവരെയും നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. പാൽവില വർദ്ധിപ്പിക്കുന്ന ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനം നടപ്പാക്കുന്നതിൽ വൈകുന്ന ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. സഫാൻ വി.പി. വിവരങ്ങൾ നൽകും. സഫാൻ, അപ്പോൾ പാലിന് വില വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തീരുമാനമെടുക്കാത്തത് നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. പക്ഷെ അതിനിടയിൽ എന്തിനായിരുന്നു പ്രതിഷേധം? ജിൽസി, ഇന്നത്തെ ബോർഡ് യോഗത്തിൽ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ഇന്നലെയാണ് സർക്കാർ ഇത് സംബന്ധിച്ചൊരു അംഗീകാരം മിൽമയ്ക്ക് നൽകുന്നത്. വില വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി മിൽമയുടെ ആവശ്യമായിരുന്നു. ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും ഇത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. സർക്കാർ ഏതായാലും ഇന്നലെ അംഗീകാരം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ബോർഡ് യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചത്. 11 മണിയോട് തന്നെ ബോർഡ് യോഗം തീരുമാനിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജിൽസി, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി അനുമതി ഈ മിൽമ തേടിയിരുന്നു. പക്ഷേ ഈ ബോർഡ് യോഗം തുടങ്ങുന്നത് വരെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു മറുപടി ലഭിച്ചിരുന്നില്ല. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിലവിലേതായാലും ഈ പ്രഖ്യാപനം നടത്താൻ കഴിയില്ലെന്ന് ബോർഡ് യോഗത്തിൽ ചെയർമാൻ അറിയിച്ചതോടെ എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അവരൊരു രാഷ്ട്രീയപരമായ ആരോപണം കൂടി ഉന്നയിച്ചാണ് ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിയത്. ഏതായാലും ചെയർമാൻ പറയുന്നത് ഈ പെരുമാറ്റച്ചട്ടം പാലിച്ചുകൊണ്ട് ചെയർമാനും മിൽമയ്ക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയപരമായ ഒരു വാക്കുവാദങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസ് അനുകൂല യൂണിയനാണ് എറണാകുളം മേഖലാ യൂണിയൻ. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത സർക്കാരിലേക്ക് വില വർധനവ് നീക്കാനുള്ള നീക്കമാണ് ചെയർമാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്നുള്ള ആരോപണം എറണാകുളം യൂണിയൻ ഭാരവാഹികളും ഉണ്ടായി. അതിനപ്പുറത്തേക്ക് തങ്ങൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പെരുമാറ്റച്ചട്ടമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇതിന് ശേഷം ഈ വോട്ടെണ്ണലിന് ശേഷം വീണ്ടും ഇത്തരത്തിലൊരു യോഗം ചേർന്ന് ബോർഡ് മീറ്റിംഗ് യോഗം ചേർന്ന് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നതിനും വില വർധന ഏതായാലും അനിവാര്യമായ കാര്യമാണ് മിൽമയ്ക്ക് എന്നൊരു തീരുമാനത്തിലേക്കാണ് ഏതായാലും മിൽമ എത്തിയിട്ടുള്ളത്. ജിൽസി, എന്തായാലും വില വർധന അനിവാര്യമാണ്. 7-ാം തീയതി നടക്കുന്ന യോഗത്തിലായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് സഫാൻ വി.പി. നൽകിയത്.